എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള അടിപൊളി തേങ്ങ ലഡുവാണ് കേട്ടോ. കോക്കനട്ട് ലഡു എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ മിനിറ്റിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്ര സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ഒരു എന്താ പറയുക നല്ല ജ്യൂസി ആയിട്ടുള്ള ലഡുവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. മധുരമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ലഡു ഇഷ്ടമുള്ളവർ വേഗം തന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം കേട്ടോ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു തേങ്ങ വെച്ചിട്ടുള്ള ലഡു എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു ലഡു റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതുപോലുള്ളൊരു പാനിൽ കറക്റ്റ് ഒരു 2 കപ്പോളം വരുന്ന ചിരകി എടുത്തിട്ടുള്ള തേങ്ങ നമുക്കിത് ഇതുപോലുള്ളൊരു പാനിലോട്ട് മുഴുവനായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. അപ്പോൾ നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കടകളിലൊക്കെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. അത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് എടുക്കാം കേട്ടോ. ഇനി അതില്ലാത്തവർ ഇതുപോലെ തേങ്ങ ഒന്ന് ചിരകി എടുത്തതിന് ശേഷം ഇതുപോലെ പാനിലിട്ടിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും വെച്ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു തേങ്ങയുടെ വൈറ്റ് കളർ നമുക്ക് അങ്ങോട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കേണ്ട കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. എന്നിട്ട് നന്നായിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു തേങ്ങയിലെ വെള്ളം കറക്റ്റായിട്ടൊന്ന് വറ്റി നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നോട്ടെ. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് മാറി ആ ഒരു തേങ്ങയിലെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു പാനിൽ നിന്ന് അങ്ങോട്ട് എടുത്ത് മാറ്റി കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ചൂടാറിയിട്ടുള്ള ഈ ഒരു തേങ്ങ ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കാം കേട്ടോ. പൊടിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകരുത്. ആ ഒരു തേങ്ങയുടെ ചെറിയ ചെറിയ തരികളായിട്ട് നമുക്ക് കിട്ടണം. ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് വിപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ആ ഒരു തേങ്ങയെല്ലാം കൂടി ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള തേങ്ങയും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് വിപ്പ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ എല്ലാം ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഡെസിക്കേറ്റഡ് കോക്കനട്ട് റെഡിയാക്കി എടുക്കാന്നുള്ളത് കേട്ടോ. വളരെ സിമ്പിളാണ്. നമുക്ക് റെഡിമെയ്ഡ് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇനി ഈ ഒരു കോക്കനട്ടിൽ നിന്നും ഒരു 4 ടേബിൾ സ്പൂൺ കോക്കനട്ട് നമുക്കങ്ങ് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ ഈ ഒരു ലഡു റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് അവസാനം ഈ ഒരു കോക്കനട്ടിൽ നിന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാത്രം ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. ഇനി ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിലോട്ട് കറക്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ചിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. മുഴുവനായിട്ടുള്ള പഞ്ചസാര ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. നന്നായിട്ട് നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചിട്ടുള്ള പഞ്ചസാര തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴേ ആ ഒരു പഞ്ചസാര പെട്ടെന്ന് അങ്ങോട്ട് മെൽട്ടായിട്ട് ഇതിലോട്ട് അങ്ങോട്ട് നല്ല മധുരം കിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കറക്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് പൗഡർ, അതായത് പാൽപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ അതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങ് ചേർത്ത് കൊടുത്തേക്കാം. ഇനി ഇതിലോട്ട് നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് 1-2 ഡ്രോപ്പ് വാനില എസൻസ് ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വാനില എസൻസിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഏലക്കായുടെ ആ ഒരു ഫ്ലേവർ ഒട്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ വാനില എസൻസ് ചേർത്ത് കൊടുത്തത്. പിന്നെ അത് നിങ്ങളുടെ ആ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമിയിട്ടെടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു പാൽപ്പൊടിയും പഞ്ചസാരയും നമ്മുടെ ആ ഒരു വാനില എസൻസിന്റെ ഡ്രോപ്സൊക്കെ ആ ഒരു തേങ്ങയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് നമ്മുടെ കൈവച്ചിട്ട് ഇത്തിരി പ്രസ് ചെയ്തിട്ട് തന്നെ ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് തിരുമ്മി കൊടുത്തെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മേഡ്, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്തിട്ട് നമ്മൾ ഈ ഒരു ലഡു ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അറിയാലോ അതൊരു പ്രത്യേക ഫ്ലേവറും പ്രത്യേക ഒരു ടേസ്റ്റുമാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാടൊന്നും വേണ്ട. അതുള്ളവർ ഒരുപാട് ചേർക്കുക. ഇല്ലാത്തവർ ഇതുപോലെ 2 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എത്രത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം നമ്മുടെ ഈ ഒരു ലഡുവിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ആ ഒരു കണ്ടൻസ്ഡ് മിൽക്ക് ഇച്ചിരി ഒന്ന് സ്റ്റിക്കി ആയത് കാരണം നമ്മുടെ ഈ ഒരു ലഡുവിലൊക്കെ നന്നായിട്ട് അതങ്ങോട്ട് മിക്സ് ആയിട്ട് ഇരുന്നോളും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം.
ഇനി അവസാനമായിട്ട് ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഇളം ചൂടുള്ള പാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്ന് തിരുമ്മിയെടുത്തതിന് ശേഷം നല്ല സോഫ്റ്റായിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാം. പക്ഷെ പാല് ചേർക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കുക, പാലിന്റെ അളവ് എന്ന് പറയുന്നത് ഒരിക്കലും കൂടിപ്പോകരുത് കേട്ടോ. കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ കയ്യിലെല്ലാം കൂടി ആകെ മൊത്തം അങ്ങോട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. അതുകൊണ്ട് പാലിന്റെ അളവ് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ചേർത്ത് എടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുന്നതിന് മുന്നേ കയ്യിൽ കുറച്ചൊന്ന് ഓയിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ അങ്ങോട്ട് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുള്ള ഓരോ ലഡുവും ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിലിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിന്റെ കോട്ടിംഗ് ഒക്കെ വരുന്ന സമയത്ത് ഈ ഒരു ലഡു എന്ന് പറയുന്നത് വായിലിട്ടാൽ ശരിക്കും അങ്ങോട്ട് അലിഞ്ഞു പോകും കേട്ടോ. ഒരു തവണ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ, അത്ര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഈ ഒരു രീതിയിൽ എല്ലാ ലഡും നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ലഡു വെറും 10-15 മിനിറ്റിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്കിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വെറും 5 മിനിറ്റിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. തേങ്ങയൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കാം, നമ്മൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക കേട്ടോ. തേങ്ങ ആയതുകൊണ്ട് പെട്ടെന്നൊന്ന് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേ ഉള്ളൊക്കെ നല്ല പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ടുള്ള അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ശരിക്കും ഇതൊക്കെ പറഞ്ഞാൽ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ലഡു എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. മധുരം ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ വന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ട കാര്യവും മറന്നു പോകരുത്. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെയുള്ള റെഡ് കളറിലെ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് കൂട്ടത്തിലുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് ഓൾന്ന് തന്നെ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അങ്ങനെയാവുന്ന സമയത്ത് ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ വരുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാം. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.